അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഇന്നലെ എപ്പോഴെത്തി? ഞാൻ ഇന്നലെ എത്തിയപ്പോ 10-12 മണിയാണ്. ശരിക്കും നിങ്ങൾക്ക് ഇന്നലത്തെ പോക്ക് മാറ്റി വെച്ചാ മതി. അതാടാ, ഞാൻ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ഒഴിവാക്കൂലേ. നിനക്ക് ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയായിരുന്നു. നിങ്ങൾ ആ ഉണ്ടിപ്പണത്തിന്റെ ഇതിൽ എന്തോ പൊടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത് വല്ലതൊറ്റാണോ? ഒരു 15 CR കുടുങ്ങി. അതൊന്നും ഒഴിവാക്കി എടുക്കാനുള്ള മണ്ടിപ്പാച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് പോയത്. അല്ല, കാര്യങ്ങൾ എന്തൊക്കെ ആയി? മീറ്റിങ്ങിൽ ഇപ്പൊ എന്തേ തീരുമാനമായി? ഭൂരിപക്ഷം ആൾക്കാരും പള്ളി പൊളിച്ചാട് പുതുക്കി പണിയാന്നുള്ള തന്നെയാണ്. 2-3 ആൾക്കാർ നമ്മളെ കരീമും ബഷീറും കബീറും ഒക്കെ അതിനെതിർത്ത്. ഞമ്മക്ക് ഭൂരിപക്ഷം നോക്കിയാൽ മതിയല്ല. അത് ശരിയാണ്, നമുക്ക് ഭൂരിപക്ഷം നോക്കിയാൽ മതി. അല്ലപ്പോ ഓരെന്ത് ന്യായ പറയണത്? ഈ ഉള്ള പള്ളിയേക്കാൻ ആളില്ല, ഇതന്നെ സൗകര്യമുണ്ട്, പിന്നെ എന്തിനപ്പോ ഇതൊന്ന് പൊളിച്ച് പുതുക്കി പണിയുന്നതാണ് അവരുടെ അഭിപ്രായം. എന്നിട്ട് അബോജി നിങ്ങളെന്ത് പറഞ്ഞു? നമ്മളെ പഞ്ചായത്തില് ഏറ്റവും ചെറിയ പള്ളി നമ്മളതാണ്. കഴിഞ്ഞ നോമ്പിന് നമ്മൾ ടൈൽസും ഇതൊക്കെ അവിടെയും പടി മാറ്റിന്നല്ലാതെ അതൊരു ചൊർക്കായിട്ടില്ല. ഞമ്മക്കൊരു മോശത്തരഞ്ഞ്. അതാ ബോജി നിങ്ങൾ പറഞ്ഞതാണ് എന്റെ ശരി. നമ്മളിപ്പോ എന്നിപ്പോ ഇതിന്റെ ഭാരവാഹികളായിട്ട് സെക്രട്ടറിയും പ്രസിഡന്റ് ആയിട്ട് ഇരിക്കൂലല്ലോ. നമ്മള് ഭാരവാഹികൾ ഇരിക്കുമ്പോ തന്നെ നമ്മളിത് പൊളിച്ച് പുതുക്കി പണിയണം. എന്നാലേ ഞമ്മക്ക് അതിന്റെ ഒരു അഭിമാനമുള്ളൂ. അത് ശരിയാണ്. ഇനി ഫണ്ട് ഉണ്ടാക്കലാണ് നമ്മളെ പണി, അത് മോശമാകാൻ പറ്റൂല. അന്ന് നമ്മളതിന് ആ ഉസ്താദിനെ ബന്ധപ്പെട്ടിരുന്നല്ലോ. അയാൾ പിന്നെ എന്തേ പറഞ്ഞു? വല്ല മറുപടിയും പറഞ്ഞോ? ഞാൻ ഇന്ന് രാവിലെ മൂപ്പരെ വിളിച്ചിരുന്നു. മൂപ്പർക്കുള്ള പൈസ 1.5 ലക്ഷം റുപ്യ പറഞ്ഞു. പിരിവിന്റെ 30% അത് വേറെ. പിന്നെ സൗണ്ട് 45,000 വാട്ട്സിന്റെ മേലെ വേണമെന്നാണ് അയാൾ പറഞ്ഞത്. ഇതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ പറഞ്ഞ ഡേറ്റിന് അയാൾ വരാൻ. അങ്ങനെയാണല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. ഇന്ന് മരിപ്പൊക്കെ ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നും കൂടി ഇരിക്കാം. എന്നായിക്കോട്ടെ, എന്നാ പറഞ്ഞ മതി. അസ്സലാമു അലൈക്കും. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ഹബീബേ, അന്നെ പള്ളിയൊക്കൊന്നും കാണില്ലല്ലോ. ആദ്യം ഞാൻ വരലുണ്ടല്ലോ. ഞാൻ കാണില്ല. പിന്നെ പള്ളി പുതുക്കി പണിയള്ളിയില്ലേ ഒരു 15,000 റുപ്യ എന്റെ പേരില് എഴുതിയാണ്ട് ഉമ്മാന്റെ അടുത്തോടെ പെരിയിൽ കൊടുത്തിരുന്നു. ഉമ്മ എന്തേലും പറഞ്ഞു തന്നോട്? അമ്മ പറയുന്നില്ല. എന്നിട്ട് എന്തിയെ ഞാനൊരു നീക്കുപോക്ക് ഉണ്ടാക്കാത്ത? ആദ്യം ഇപ്പൊ പണിയൊക്കെ കുറവാണ്, അല്ലെ എമൗണ്ട് എന്തെങ്കിലും ഒന്ന് കുറച്ച് എഴുതി തന്നൂടെ? അത് പറ്റൂല. മറ്റുള്ളവർക്ക് 25, 50 എഴുതി കൊടുത്തേക്കണത്. പിന്നെ അന്നെ പറ്റി എനിക്ക് അറിയണോണ്ട് ഞാൻ കുറപ്പിച്ചാണ്. നമ്മളെ മല്ല് പള്ളിയല്ലേ, നാളെ മരിച്ചാൽ കൊണ്ടേക്കാനുള്ളത് അവിടെ അല്ലേ. അതിന് ആചാരം മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് ഖബറിനുദ്ദീനൊക്കെ ആയിട്ട് ഒരു വലിയ സംഖ്യകൾ മേടിച്ചില്ലേ?